പാലക്കോട്ട് നമ്മൾ ആക്രമണം നടത്തിയല്ലോ. അപ്പം അന്ന് പറഞ്ഞത് അത് വിശ്വാസമില്ലായിരുന്നല്ലോ. അത് പൈൻ മരങ്ങളിലാണ് ഇത് ചെയ്തത്, ഇത് എത്ര പേരും, ഇതൊന്നും ഇന്ത്യൻ സൈന്യം പറയുന്നതിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത രീതിയിലുള്ള പ്രതികരണമായിരുന്നു. കാര്യം വേറൊന്നുമല്ല, അത് സമ്മതിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതുവരെ നടക്കാത്ത ഒരു ആക്രമണങ്ങൾ, അതായത് നമുക്ക് നേരെ എന്തെങ്കിലും ഉണ്ടായാൽ അതിർത്തിയും കടന്ന് അതിനപ്പുറവും കടന്ന് ചെന്ന് അടിക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ളൊരു സർക്കാരിന് അതിൻ്റെ ഭാഗമായിട്ട് ഗുണം കിട്ടും എന്നുള്ള ചിന്ത, രാജ്യ താല്പര്യത്തിന് വിരുദ്ധം, അതിനിപ്പോൾ സർക്കാരിന് ഗുണം കിട്ടിയാലും രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പച്ച മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, മകൻ ചത്താലും വേണ്ടില്ല മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി, നാട് മുടിഞ്ഞാലും വേണ്ടില്ല മോടി ഇറക്കി വിട്ടാൽ മതി, അത്രയേ ഉള്ളൂ സംഗതി. അതിൽ കൂടുതൽ ഒന്നുമില്ല. എന്നിട്ട് ഭരണം കിട്ടണം. ഇതെല്ലാം അധികാരക്കൊതിയുടെ ബാക്കിപത്രമാണ്. അധികാരക്കൊതി കൊണ്ട് ഒരാൾ എത്ര അധപ്പതിക്കാമോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി. ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് 10-15 വർഷം കാത്തിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് സുധീഷിന് മനസ്സിലാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, RSS ഒരു അധികാരത്തിന്റെയും ഭാഗമല്ലാതെ 89 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ മരത്തിൽ മുളച്ചവരെയല്ല പ്രധാനമന്ത്രിയാകുന്നത്. നന്നായിട്ടറിയാം, പ്ലീസ് പറയരുത്. RSS താല്പര്യമില്ലല്ലോ. അല്ല, RSS താല്പര്യമില്ല. പക്ഷെ ആ സംഘപരിവാർ സംഘടനകള് 89 കൊല്ലം അധികാരത്തിന്റെ ഭാഗമല്ലാതെ നിന്ന് കഴിഞ്ഞിട്ട് തന്നെയാണ് അധികാരത്തിന്റെ ഭാഗമായത്. അതൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജനസംഖ്യ എവിടെയെങ്കിലും അധികാരം പങ്കിട്ടോ? ഇല്ലല്ലോ. 98 വാജ്പേയി കയറിയല്ലോ. 98 വാജ്പേയി കയറുമ്പോഴല്ലേ ആദ്യത്തെ ഒരു അധികാരത്തിന്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നത്. അതിനു മുമ്പ് ശരിയാണ്, വിദേശകാര്യമന്ത്രി ആയിട്ടുണ്ട് വാജ്പേയി ജനതാ സർക്കാർ.